നമസ്കാരം. വോട്ടും കട്ടലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ ആ ഒരു സ്ഥാനാർത്ഥികളെല്ലാവരും നാമനിർദ്ദേശ പത്രികയൊക്കെ ഏതാണ്ട് സമർപ്പിച്ച് അങ്ങനെ ഒരു കൊഴുപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മത്സരം കടുക്കുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച് വീടുകളിലേക്ക് എത്തുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ആരവവും ഓളവും ഒക്കെ നാട്ടിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇപ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തെക്കുറിച്ച് നമുക്കൊന്നൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ കാരണം ഈ തളിപ്പറമ്പ് മണ്ഡലത്തിലെ LDFൻ്റെ ആയാലും UDFൻ്റെ ആയാലും NDA അല്ലെങ്കിൽ BJPയുടെ മുന്നണി എല്ലാ മുന്നണികൾക്കും അവരുടെ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിമതശല്യം കൊണ്ട് മൊത്തത്തിലൊരു പ്രശ്നമുള്ള സ്ഥലമായി തളിപ്പറമ്പ് മണ്ഡലം മാറുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എനിക്കൊപ്പം സുജിത് ചന്ദ്രനും അതോടൊപ്പം തന്നെ ആൽവിൻ തോമസും ഉണ്ട്. സുജിത് ചന്ദ്രൻ, ഈ തളിപ്പറമ്പ് ആദ്യം വന്നത് പ്രശ്നം എന്ന് പറയുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറേ പ്രശ്നങ്ങൾ, TK ഗോവിന്ദൻ്റെ വിമതശല്യം, പിന്നീട് അദ്ദേഹം പാർട്ടി വിട്ടുപോകുന്നു, അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നത് LDFനെ സംബന്ധിച്ച്. UDFലാണെങ്കിൽ TK ഗോവിന്ദൻ മത്സരിക്കുന്നു, പക്ഷേ അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ വിമതനാവുമെന്ന് പറഞ്ഞാൽ കൊയ്യം ജനാർദ്ദൻ അവിടെ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു. N ഹരിദാസ് ആണെങ്കിൽ അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല, നേരത്തെ ധർമ്മടോ തലശ്ശേരി ഏതെങ്കിലും മണ്ഡലം കിട്ടണമെന്ന് പറഞ്ഞു, അത് നടന്നില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രശ്നം. അങ്ങനെ മൂന്ന് മുന്നണിക്കും പ്രശ്നമുള്ള ഒരു സ്ഥലമായിട്ട് തളിപ്പറമ്പ് ഇപ്പോൾ മാറുകയാണ്. അത് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ കാണുക? ഇന്നും സോർട്ട് ഔട്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട്, അല്ലെങ്കിൽ പല മുന്നണി ഇപ്പം LDF TK ഗോവിന്ദൻ അവിടുന്ന് പോകുന്നു, പക്ഷേ അവിടുത്തെ ബാക്കിയുള്ള പ്രചാരണമൊക്കെ വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവിടെ കോൺഗ്രസിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇന്നത്തോടുകൂടി പരിഹരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. തൊട്ടടുത്ത് NDA സംബന്ധിച്ച് ഇതുവരെ സ്ഥാനാർത്ഥി ഇറങ്ങിയിട്ടില്ല. എങ്ങനെയൊക്കെയാണ് ഇതിനെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക? അതായത് അവിടെ CPMനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ആർക്കും മറച്ചു വെക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യം തന്നെയാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഗോവിന്ദൻ്റെ റിബലിയൻ പ്രശ്നങ്ങൾ അവിടെ പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അവിടെ ഈ കണ്ടക്കയും ബക്കളവും ഒക്കെ നിലനിന്ന അത്ര വലിയ സമരങ്ങൾ നടന്നൊരു വലിയ ഭൂമികയാണത്. മൊറാഴയൊക്കെ പോലെയുള്ള വലിയ സമരങ്ങൾ നടന്നൊരു ഭൂമികയാണ്. മാത്രമല്ല, എത്രയൊക്കെ സംഘടനാ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ CPIMൻ്റെ സംഘടനാ സംവിധാനം തന്നെ ഒരു പരിധിവരെ ചലിച്ചില്ലെങ്കിലും, അത് എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന സംവിധാനമാണ് CPIM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി എന്ന് പറഞ്ഞത്. ഒരുപക്ഷെ അതിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ചലിച്ചില്ലെങ്കിൽ പോലും സ്ഥാനാർത്ഥിയെ നിർത്തി പിന്തിരിഞ്ഞു പോയാൽ തന്നെ ജയിച്ച പാരമ്പര്യമാണ് തളിപ്പറമ്പിനുള്ളത്. തളിപ്പറമ്പിൻ്റെ മണ്ഡല ചരിത്രം മറന്നുകൊണ്ട് നമ്മളിപ്പോൾ പെരിഫറലായിട്ട് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെ വെച്ചിട്ട് അവിടുത്തെ ഒരു ജനവിധി ഈ രൂപത്തിലായിരിക്കുമെന്നൊരു ഭീഷണി ഉണ്ടാവും ഈ CPIMനെ സംബന്ധിച്ച്, ഇടതിനെ സംബന്ധിച്ച് എന്ന് വിചാരിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ആദ്യത്തെ 2 ഇലക്ഷന് തളിപ്പറമ്പ് മണ്ഡലം ഉണ്ടായിരുന്നില്ലല്ലോ, 57 62. അതിനുശേഷം നടന്ന 65 തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും അന്ന് പിന്നെ മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിരിച്ചുവിട്ട തെരഞ്ഞെടുപ്പ്. അതിനുശേഷം ആദ്യമായിട്ട് ഞാനതിൻ്റെ പേരെടുത്ത് വെച്ചേക്കായിരുന്നു. നമ്മുടെ വായിച്ചറിഞ്ഞ ചരിത്രത്തിലെ പേരാണ് KP രാഘവ പൊതുവാൾ ആണ് അവിടെ ജയിക്കുന്നത്. പിന്നെ ആ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ ഒരേ ഒരു വട്ടം ഒരു CP ഗോവിന്ദൻ നമ്പ്യാർ വന്നതൊഴിച്ചാൽ ഇന്നോളമുള്ള ചരിത്രത്തിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വെല്ലുവിളി ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ME രാഘവൻ CPIMൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് 65 മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. അതിനുശേഷം CMB അപ്പുറത്ത് പോകുന്നു, കേരള കോൺഗ്രസ്സുകൾ വരുന്നു, പലരും ശ്രമിക്കുന്നു അല്ലേ. ആരൊക്കെയാണ്? സതീശൻ പാച്ചേനിയും ചന്ദ്രൻ തില്ലങ്കരിയും ജോബ് മൈക്കിളും കേരള കോൺഗ്രസിൻ്റെ രാജേഷ് തമ്പിയാർ, ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്രമാനുഗതമായിട്ട് അവിടെ ഭൂരിപക്ഷം കൂട്ടിക്കൂട്ടിക്കൊണ്ട് വരുന്നതല്ലാതെ അവസാനം ജെയിംസ് മാത്യു ഒക്കെ 40,000 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. അതിനുശേഷം MV ഗോവിന്ദൻ മത്സരിക്കുന്ന സമയത്ത് 22,000 കുറയുന്നുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഒരു പക്ഷേ കോൺഗ്രസ്സിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു ബലം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിന്തയിലെങ്കിലും കണക്കൂട്ടലുണ്ടാകുന്ന ഒരു ബലം എന്താണെന്ന് പറഞ്ഞാൽ, 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ സുധാകരൻ മത്സരിച്ചപ്പോൾ അവിടെ നേരിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു തവണ ഒരു 725-ൻ്റെയും അതിനുശേഷം 7,000 ചില്ലറ വോട്ടിൻ്റെയും ഭൂരിപക്ഷം. അത് CPM കേന്ദ്രങ്ങളിൽ ഞെട്ടിപ്പോയ തെരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് തളിപ്പറമ്പിൽ ലോക്സഭാ ഇലക്ഷൻ്റെ പ്രത്യേക പരിസരമുണ്ട്. ലോക്സഭാ ഇലക്ഷൻ്റെ രാഷ്ട്രീയ പരിസരത്തെ മറ്റ് തെരഞ്ഞെടുപ്പുകളുമായിട്ട് ചേർത്ത് വെച്ച് കാണുന്നതിൽ പ്രസക്തി ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? ഈ തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഓൾ ടുഗദർ അവിടെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ കൂട്ടി നോക്കിയാലുണ്ട്. പിന്നെ ഈ മണ്ഡലത്തിലെ ഒട്ടുമിക്ക തദ്ദേശ സ്ഥാപനങ്ങളിൽ CPIM എതിരില്ലാതെ ജയിക്കുന്ന പ്രദേശമാണ്. പിന്നെ PK ശ്യാമളയ്ക്കെതിരായിട്ട് അവിടെ എതിർപ്പുകൾ നിലനിൽപ്പുണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവർ ഈ സംഘടനാ കേഡർ സംവിധാനത്തിലകത്തൂടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടും സംസ്ഥാന കമ്മിറ്റി DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് SFIയിൽ തുടക്കം മുതലേ പ്രവർത്തിച്ച് വന്ന ആളാണ്. വൺസ് ഇത് ഓണായി കഴിഞ്ഞാൽ
ഈ സംവിധാനം ഒരു ടി.കെ. ഗോവിന്ദനോ ഒന്നും കൊണ്ട് ഫ്രജൈലാക്കാൻ പറ്റുമെന്നോ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമെന്നോ ഞാൻ കരുതുന്നില്ല. അവിടെ കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റിയിൽ ചരിത്രം ആവർത്തിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ആൽവിനെ ഇതിപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നതിൽ കഴിഞ്ഞ തവണ അതായത് 40,000 വോട്ടുണ്ടായിരുന്ന തൊട്ട് മുൻപ് 2016 40,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എം.വി. ഗോവിന്ദൻ കഴിഞ്ഞ തവണ ഏതാണ്ട് 22,000 കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ വി.പി. അബ്ദുൾ റഷീദ് മത്സരിച്ച് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നു. അത് ഒരു ബോണസായിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് അവിടെ വിമത പ്രശ്നമുള്ളത്. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുള്ള സമയത്ത് എങ്ങനെ ഇത് എന്ത് മാറ്റം ഉണ്ടാക്കും എന്നാണ് നമുക്ക് കരുതാൻ കഴിയുക? നമുക്ക് ലിജോ പറയുന്നല്ലോ, നമുക്കിപ്പോൾ ധർമ്മടം, കല്യാശ്ശേരി, പയ്യന്നൂർ ഇതൊക്കെ CPM കോട്ടകളാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങനെ അല്ല ഇപ്പോൾ തളിപ്പറമ്പ് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമാണ്. സുജിത്ത് പറഞ്ഞതുപോലെ തന്നെ 2019 തെരഞ്ഞെടുപ്പിൽ ഏണ്ട 700 വോട്ടിന് ഭൂരിപക്ഷമാണ് UDF അവിടെ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് 8,000 വർദ്ധിക്കുകയാണ്. 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവിടെ UDF സ്ഥാനാർത്ഥിയായ കെ സുധാകരന് ലഭിക്കുന്നത്. ചില്ലറ കണക്കല്ലത്. അതായത് 10 ഇരട്ടി വലിയ ഷിഫ്റ്റ് അവിടെ വോട്ടിങ്ങിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇളകാത്ത കോട്ടയല്ല ഇത്തവണ തളിപ്പറമ്പ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. തദ്ദേശം സ്വാഭാവികമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് മനസ്സിലാവും. സ്വാഭാവികമായും കേരളം മുഴുവൻ എങ്ങനെയാണ് പോയതെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് ഇളകാത്തൊരു കോട്ടയായി തളിപ്പറമ്പിന് നമുക്ക് പറയാൻ കഴിയില്ല ഈ സ്ഥിതിയിൽ. കാര്യം ഇപ്പോൾ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ വരണമെന്നുള്ള നിർദ്ദേശം പോലും വരുന്നത് പി.കെ. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ആണ് എന്ന തരത്തിൽ വിമർശനം ഉണ്ടായി. ടി.കെ. ഗോവിന്ദൻ അത് തുറന്നു പറഞ്ഞു. പാർട്ടിയുടെ സംവിധാനങ്ങൾ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. ടി.കെ. ഗോവിന്ദൻ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി CPMൻ്റെ എല്ലാ തരത്തിലുള്ള സംഘടനാ പരിപാടികളിലും മുന്നിട്ട് നിന്ന ആളാണ്. തെരഞ്ഞെടുപ്പിൽ മുൻപന്തിയിൽ നിന്ന ആളാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ ചക്രം തിരിച്ചുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം ആ മണ്ഡലത്തിൻ്റെ പൾസ് എന്താണെന്നുള്ളത്. അദ്ദേഹം ആ മണ്ഡലത്തിൽ ഇങ്ങനെ വിമതനായി മത്സരിക്കുമ്പോൾ അത് സ്വാഭാവികമായും CPMന് വലിയ തലവേദനയുണ്ട്, വലിയ പ്രഷർ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അത് UDFന് ഏതെങ്കിലും തരത്തിൽ ഗുണമെന്നുള്ളതല്ല, വലിയ തരത്തിൽ ഗുണമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് പറയുമ്പോൾ തന്നെയാണ് എന്താ പറയുക, ടി.കെ. ഗോവിന്ദൻ്റെ കാര്യം പറയുമ്പോൾ കൊയ്യം ജനാർദ്ദനൻ അവിടെയുണ്ട്. ടി.കെ. ഗോവിന്ദൻ ഇന്നും പറഞ്ഞ് ഞാൻ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥി വന്നില്ലെങ്കിൽ ഞാൻ അവിടെ വിമതനായി മത്സരിക്കുമെന്നാണ് ജനാർദ്ദനൻ കൊയ്യം ജനാർദ്ദനൻ മത്സരിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോഴും അവിടെ ആ പ്രതിസന്ധി മാറിയിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് മലപ്പട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ടി.കെ. ഗോവിന്ദൻ്റെ അവിടെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിനെതിരെ ഇത് വരുന്ന സമയത്ത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവിടെ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ കോൺഗ്രസിനുള്ളിലും ഈ പ്രതിഷേധം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. തള്ളിക്കളയാൻ കഴിയില്ല, സ്വാഭാവികമാണ്. ഒരു സ്ഥാനാർത്ഥി അവിടെ പലരും ഈ സ്ഥാനാർത്ഥിയാകാനൊക്കെ പ്ലാൻ ചെയ്തും അറിഞ്ഞൊക്കെ ഇരുന്നവർ ആളുകളുണ്ടാവും. പക്ഷേ ഇത്തരം ഒരു സിറ്റുവേഷൻ UDFന് മുമ്പിലേക്കും കോൺഗ്രസിന് മുമ്പിലേക്കും വരികയാണ്. പാർട്ടിയുടെ ഏറ്റവും സമ്പന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അവിടുത്തെ 50 വർഷത്തോളം പാർട്ടിയെ നയിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ ഒരാൾ, അയാൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെ ഇവിടെ കൂടെ കൂട്ടുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അതിൽ UDFും കോൺഗ്രസും ചെയ്യാവുന്ന എല്ലാ സാധ്യതകളും നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഇപ്പോൾ പ്രാദേശികമായ പ്രശ്നങ്ങളുണ്ടാകാം. അത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൊയ്യൻ ജനാർദ്ദനൻ അവിടെ പത്രിക കൊടുത്തുവെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹവുമായി നേതൃത്വം സംസാരിക്കുകയും പിൻവലിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇളകാത്ത കോട്ടയല്ല ഇത്തവണ തളിപ്പറമ്പ് എന്നുള്ളതാണ്. ഇളകാത്ത കോട്ടയല്ല. ഒരു കാര്യം ഇത് പറഞ്ഞു തരുന്നത്, ഇളകാത്ത കോട്ട എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള കോൺഗ്രസിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ വെച്ച് കൊടുക്കാവുന്ന ഒരു സീറ്റ് എന്ന നിലയ്ക്ക് കോൺഗ്രസ് ഒഴിവാക്കിയിരുന്ന ഒരു സീറ്റാണ്. അവിടെയാണ് അബ്ദുൾ റഷീദ് വന്ന് പണിയെടുത്തത്. പക്ഷേ അബ്ദുൾ റഷീദിനും അതിൽ വലിയൊരു അതൃപ്തി. അതായത് അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 20,000 വോട്ട് ഭൂരിപക്ഷം കുറപ്പിച്ച് 22,000-ലേക്ക് എത്തിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം എടുത്ത പണി, അത് ആ പണി വെറുതെ ആയെന്ന് അബ്ദുൾ റഷീദിനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് അവർക്കും അത്തരത്തിൽ അതൃപ്തി ഉണ്ടാവും. സ്വാഭാവികമാണ്. അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. കഴിഞ്ഞാണോ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. ഇത്തവണത്തെ സിറ്റുവേഷൻ അതല്ല. 10 വർഷമായി മുന്നണി പുറത്താണ്, ഭരണത്തിലില്ല. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായി അവർ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് നേതൃത്വവുമായി അവർ വളരെ കൃത്യമായി അവരോട് സംസാരിക്കുന്നുണ്ട്, അവരോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ അവർ പിന്നെ ഇത്തരത്തിലുള്ള എതിർപ്പുകളൊക്കെ പിൻവലിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഉടൻ തന്നെ സജീവമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൽവിൻ്റെ
ഒരു രാഷ്ട്രീയാഭിമുഖ്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് വാസ്തവമായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ കുറവാണെന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള രാഹുൽ വെച്ചിയോട്ട് എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈ വാർത്ത കുറച്ച് മുമ്പ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് വിസ്മയം സംഭവിക്കുന്നതെങ്കിൽ ഇതൊരു വല്ലാത്ത വിസ്മയമായി പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഈ കാക്കത്തോട് ബസ് സ്റ്റാൻഡിൽ പിന്നെ എം വി ജയരാജൻ്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് തടിച്ചുകൂടിയ ആൾക്കൂട്ടം പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ അവിടേക്ക് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഈ ഉത്തര കേരളത്തിൻ്റെ അത്യുത്തര കേരളത്തിൻ്റെ ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഒരുതരം ഗോത്രീയത നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഇടത് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഈ സുധാകരൻ്റെയൊക്കെ കോൺഗ്രസ് രീതിയാണെങ്കിലും അവിടുത്തെ, അതായത് ഒരിക്കൽ ഇതിൽ നിന്ന്, അതായത് നമ്മുടെ ഒരു ക്ലാനിനെ വഞ്ചിച്ച് നമ്മുടെ വർഗത്തെ വഞ്ചിച്ച് പുറത്തേക്ക് പോകുമെന്ന് കരുതുമ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഈ സംവിധാനം ഒരു സടകുടഞ്ഞ് എഴുന്നേക്കലുണ്ട്. അതാണ് ശരിക്കും ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്യാമളയ്ക്കെതിരെ അവിടെ പാർട്ടിയുടെ ബേസിക്കായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ എതിർപ്പ് ഉയർത്തിയ ആൾക്കാരടക്കം, ഈ സൈബർ എതിർപ്പ് ഉയർത്തിയ ആൾക്കാരടക്കം പറയുന്നത് എം വി ഗോവിന്ദനുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ പാർട്ടി കേഡറല്ലേ. ഒരാൾ പാർട്ടി സെക്രട്ടറി അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ പി കെ ശ്യാമളയ്ക്ക് സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ പ്രശ്നങ്ങളോട് കിടപ്പുണ്ട്. സാജന്റെ ആത്മഹത്യ, അത് ജനം മറക്കുന്നില്ല. സാജന്റെ ആത്മഹത്യയെ ജനം മറക്കുന്നില്ല, അത് വോട്ടർമാർ മറക്കുന്നില്ല. എവിടെയായിരുന്നു അത്? അവർ പിന്നെ ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് ജനത്തിന് ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു സമയത്ത് കേരളം വളരെ കൃത്യമായി ചർച്ച ചെയ്തൊരു വിഷയമാണത്. അത് കുറ്റപത്രങ്ങളായിട്ടും അല്ലെങ്കിൽ FIR-കളായിട്ടൊക്കെ നമ്മുടെ മുമ്പിലുള്ള കേസാണ്, സംസാരിച്ച് കൊണ്ടിരുന്ന വിഷയമാണ്. അതിൽ ഏത് തരത്തിലാണ് അവർ ഇടപെട്ടതെന്നും എങ്ങനെയാണ് ആ സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് പറയാം. അത് നമ്മുടെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിലേക്ക് അതിന് ചേർത്ത് വെച്ചാൽ അത് മാത്രം ആയിട്ട് നീണ്ടുപോകും. ഞാൻ പറയുന്നത് അവിടുത്തെ പാർട്ടി സംവിധാനം വളരെ സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനം കാക്കത്തോടിൽ നടന്ന ആ ഒരു കൺവെൻഷൻ മാത്രമല്ല പറയുന്നത്, പി കെ ശ്യാമളയെ കാര്യമായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല പ്രൊഫൈലുകൾ പോലും നമ്മളിങ്ങനെ നിരീക്ഷിക്കുമല്ലോ, എന്താണ് അവർ പറഞ്ഞതിന് മുമ്പ് പറഞ്ഞത് എന്താണ്. ഇപ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ആൾ പാർട്ടിക്ക് എന്താണ് ചെയ്തത് എന്നുള്ളത് കണക്കാക്കിയിട്ട് അവർ പാർട്ടിയുടെ കേഡർ സംവിധാനത്തിലൂടെ എത്രത്തോളം ഇഴുകിച്ചേർന്നു നിന്ന് പ്രവർത്തിച്ചു എന്നത് കൂടിയൊക്കെ കണക്കിലെടുത്താണ് പാർട്ടി അവരെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഈ എം വി ഗോവിന്ദനുമായിട്ടുള്ള വിവാഹം നടക്കുന്നതിന് മേറെ മുമ്പ് തന്നെ അവർ അടിയുറച്ച കേഡറാണ് എം വി ഗോവിന്ദന്റെ. എനിക്ക് ഈ നമ്മൾ ഇതറിയാത്ത ആളല്ലല്ലോ ടി കെ ഗോവിന്ദൻ. ആണ്, ഇതറിയാത്ത ആളല്ലല്ലോ. പി കെ ശ്യാമളയെ വളരെ കൃത്യമായി അറിയാവുന്ന ആളല്ലേ. ഇദ്ദേഹത്തിന് അവിടെ പാർട്ടി സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിൽ ഗോവിന്ദൻ അവിടെ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിത്വം അവിടെ വന്നു എന്ന് പറഞ്ഞ് വലിയ തോതിൽ ഈ അദ്ദേഹം തന്നെ അദ്ദേഹം പുതിയതായി അവിടെ മണ്ഡലത്തിലേക്ക് വന്ന ആളൊന്നുമല്ലോ. അദ്ദേഹം ഈ പാർട്ടിയിൽ 50 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു കേഡറാണല്ലോ ടി കെ ഗോവിന്ദൻ. അപ്പൊ അദ്ദേഹത്തിന് അറിയില്ലാത്ത കാര്യങ്ങളല്ലല്ലോ ഇത്. അദ്ദേഹത്തിന് 50 വർഷത്തെ ദീർഘചരിത്രം അവിടെ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു. പക്ഷെ അത് ഈ അവിടെ ലേഡീസിന് വേണ്ടിയിട്ട് ഈ തവണ ജില്ലയ്ക്ക് മാറ്റി വെച്ചു. സുകന്യയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. സീനിയർ നേതാവാണ്. അല്ല, സുകന്യ ഇനി വരികയാണെങ്കിൽ ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവിടെയും ബന്ധുദീപനം പറയില്ലേ? അല്ല, അതവിടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. 2 പേര് വരുമ്പോൾ അവിടെ പ്രശ്നമില്ല. അല്ല, ഇവിടെ ഒരു പേര് നമ്മുടെ വിഷയമുള്ളൂ. സുകന്യ ഒരു പക്ഷേ ഒരു പേര് മുമ്പോട്ട് വരികയും കാലങ്ങളായിട്ട് പിന്നെ ഭാര്യ കഴിഞ്ഞാൽ ഭർത്താവിനാണോ, ഭർത്താവ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കാണോ കൊടുക്കേണ്ടതെന്ന് ഉള്ള രീതിയിലുള്ള ഇതേ വിമർശനം അവിടെ വരില്ലേ. ഞാൻ പറയുന്നത് ഇതാണ്, ആ ഒരു സംവിധാനത്തെ ഈ പ്രത്യേകിച്ചും ഗോവിന്ദൻ്റെ. പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ പറയാം, ഈ ഇത്രയും നാളുള്ള തെരഞ്ഞെടുപ്പുകളുടെ ദീർഘചരിത്രവും വോട്ടിൻ്റെ കണക്കും ഒന്നും വേണ്ട. നേരത്തെ ആൽവിൻ പറഞ്ഞ് ലളിതമായിട്ടങ്ങ് ഒഴിവാക്കിയ വേറൊരു കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ചും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയൊക്കെ അതിനകത്ത് നർച്ചർ ചെയ്തിട്ട് എനിക്ക് മത്സരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ടല്ലോ. ഈ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഭാഷ, വിറക് വെട്ടും വെള്ളം കോരും ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ 60 കൊല്ലത്തെ അപ്പുറത്ത് നിങ്ങളോട് നേർക്ക് നേർ നിന്നെടുത്ത് എതിർത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ, നിങ്ങൾക്ക് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പട നയിച്ചു എന്ന്, നിങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞ കോൺഗ്രസിനെയാണ്, പട നയിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് വെറുതെ വരുമ്പോൾ എടുത്തു കൊടുക്കാനുള്ളതാണോ ഈ കൈപ്പത്തി ചിഹ്നം? പി കെ ശശിയുടെ കാര്യം ഞാൻ പറയുന്നില്ല. പി കെ ശശിയുടെ സംബന്ധിച്ചുള്ള ഉപയോഗിച്ചിരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കറിയാം. അത് വേറൊരു വിഷയം അതുകൊണ്ട് ഇവിടെ പറയുന്നത്. ഇതിന് മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആളുകൾ വരുന്നത്. ചിന്തിച്ചു നോക്ക്, പി കെ ശശി, ഐഷ പോറ്റി, ഇപ്പോൾ ടി കെ ഗോവിന്ദൻ. ഇത് എണ്ണി നോക്കിയാൽ പാർട്ടിയുടെ ഏറ്റവും കോട്ടകളായിരുന്ന പാലക്കാടും കണ്ണൂരും കൊല്ലവും ആലപ്പുഴയിലും എല്ലാം പുറത്തു വരികയല്ലേ. സമൂഹത്തിന്റെ പൊതുവായ അസ്തിത്വത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേറിട്ടൊരു അസ്തിത്വം ഇല്ലാത്തടത്തോളം കാലം സമൂഹത്തിൽ പൊതുവായി ഉണ്ടാകുന്ന
വ്യതിയാനങ്ങളും അപഭ്രംശങ്ങളും ഒക്കെ ചിലപ്പോൾ പാർട്ടിയിലും പ്രത്യക്ഷപ്പെടാതെ നമ്മൾ എത്തി നിൽക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകതയാണെന്ന് ഇന്നലെ നമ്മുടെ ന്യൂസ് ഡയറക്ടർക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. അല്ല ജനം ഓക്കെ ശരിയാണ്, ഞാൻ ഇടപെടുകയാണ്. കാരണം ഇതിന് സമയം കൂടെ വരുന്നത്. ഇതിന് കൂടെ ഒരാളുടെ പേരും കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന എൻ ഹരിദാസിന്റെ പേരാണ്. അദ്ദേഹം ഇത്തവണ അതായത് BJP-യുടെ കാര്യം കൂടി പറയുമ്പോൾ അവിടെ വലിയ അത്തരത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അദ്ദേഹം ഇതുവരെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് പാർട്ടി നേതൃത്വത്തിന് കത്ത് കൊടുത്ത് എന്നെ ഒഴിവാക്കി തരണം, പക്ഷേ മത്സരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. ഈ രണ്ട് ധർമ്മടത്തായാലും തലശ്ശേരിയിലായാലും മത്സരിക്കാൻ അതെ, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അതായത് എൻ ഹരിദാസിനെ സംബന്ധിച്ചും അവിടെ ഒരു വലിയ പ്രതിസന്ധിയിൽ അദ്ദേഹവും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതായത് 3 മുന്നണിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 2 മുന്നണി കഴിഞ്ഞാൽ 3ാമത്തെ മുന്നണിക്ക് ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് സമയം കഴിഞ്ഞു. നമ്മൾ ഭൂരിപക്ഷം കുറയ്ക്കാനെങ്കിലും ഒരു അവസരം അവിടെ കൊടുക്കണം. അതൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു പോകുമെന്ന് ഉറപ്പായിട്ടും തളിപ്പറമ്പ് ഇത്തവണ കോട്ട ഇളകും. തീർച്ചയായും അങ്ങനെ കോട്ട ഇളകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും 4-ാം തീയതി നമുക്ക് വീണ്ടും സംസാരിക്കണമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്ക് നോക്കാം. ഏതായാലും തൽക്കാലം വോട്ടും കെട്ടേണ്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്.